പ്രിയമുള്ളവരെ, മുന്നത്തെ വീഡിയോയിൽ നമ്മൾ വീടിന്റെ സ്ക്വയർ ഫീറ്റ് കാണാനൊക്കെ ഉള്ള ഓരോ ഇക്വേഷനും കാര്യങ്ങളൊക്കെ പഠിച്ചു. അപ്പോൾ ഒരുപാട് പേർക്ക് സംശയമുള്ള അതല്ലെങ്കിൽ അറിയാനും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ഒരു സെന്റ് സ്ഥലം എങ്ങനെ കാണാം. അതല്ലാന്നുണ്ടെങ്കിൽ ഒരു 1000 സ്ക്വയർ ഫീറ്റ് വീട് വെക്കണം എന്നുണ്ടെങ്കിൽ ആ ഒരു വീട് നിൽക്കുന്ന ഏരിയ ഏകദേശം എത്ര സെന്റിലാണ് വരിക എന്നൊക്കെ അറിയാനുള്ള ഒരു ആഗ്രഹം ഉണ്ടാവും. അപ്പൊ അതിനെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ. ഒരു സെന്റ് സ്ഥലം എത്ര സ്ക്വയർ ഫീറ്റ് ആണ് വരുന്നതും ഒരു സെന്റ് സ്ഥലം എങ്ങനെയാണ് കാണുക എന്നുള്ളതും ഇന്നത്തെ വീഡിയോയിൽ നമുക്കൊന്ന് നോക്കാം. അപ്പൊ എന്തായാലും വീഡിയോ നിങ്ങൾ ഫുൾ ആയിട്ട് കാണാം. ഒരു സെന്റ് സ്ഥലം എന്ന് പറയുന്നത് ഒരു സെന്റ് സ്ഥലം 40.4648 സ്ക്വയർ മീറ്റർ ആണ് കേട്ടോ. ഇനി ഇതിനെ നമുക്ക് സ്ക്വയർ ഫീറ്റ് ആക്കണം. ഒരു സെന്റ് സ്ഥലം എത്ര സ്ക്വയർ ഫീറ്റാണ് വരുന്നതെന്നുണ്ടെങ്കിൽ ഒരു സ്ക്വയർ മീറ്ററിനെ ഈ 40.4648 ഇൻറ്റു നമ്മൾ സ്ക്വയർ മീറ്ററിനെ സ്ക്വയർ ഫീറ്റ് ആക്കാനുള്ള ഇക്വേഷൻ എല്ലാവർക്കും അറിയും 10.764. അപ്പോൾ ഇത് ടോട്ടൽ വരുമ്പോൾ ഒരു സെന്റ് സ്ഥലം 435.56 സ്ക്വയർ ഫീറ്റ് വരും. ഇതാണ് നമുക്ക് ഒരു സെന്റ് സ്ഥലത്തിന്റെ സ്ക്വയർ ഫീറ്റ് വരുന്നത്. അപ്പൊ നമുക്ക് 1000 സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു വീട് വെക്കാൻ നമുക്ക് എത്ര സെന്റ് വേണ്ടി വരും? ആ വീട് നിൽക്കുന്ന ഒരു ഏരിയക്കുള്ള ഒരു സ്ഥലമാണ് ഞാൻ പറയുന്നത്. 1000 സ്ക്വയർ ഫീറ്റ് ഉൾക്കൊള്ളാൻ പറ്റിയ ഒരു ഏരിയക്ക് എത്ര സെന്റ് വേണം? 1000 സ്ക്വയർ ഫീറ്റ് ഹരിക്കണം 435.56. 1000 ഹരിക്കണം 435.56. 2.29 സെന്റ് സ്ഥലമാണ് നമുക്ക് 1000 സ്ക്വയർ ഫീറ്റ് വീട് നിൽക്കുന്ന ഒരു ഏരിയക്ക് വരിക. 2.29 ആണ്. ഇനി ഒരു 3 സെന്റ് അല്ലെങ്കിൽ ഒരു 4 സെന്റ് അല്ലെങ്കിൽ ഒരു 5 സെന്റ് സ്ഥലം ഉണ്ടെങ്കിലും നമുക്ക് 1000 സ്ക്വയർ ഫീറ്റിന്റെ വീട് സുഖകരമായിട്ട് വെക്കാം. അപ്പൊ ഇനി നമുക്കൊരു പ്ലോട്ടിനെ നമുക്ക് സെന്റ് എങ്ങനെ കാണാമല്ലോ, ഇക്വേഷൻ കൂടി ഒന്ന് പറഞ്ഞുതരാം, ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാണ്. അപ്പോൾ ഞാനൊരു പ്ലോട്ടിന്റെ ഒരു ഇത് വരച്ചിട്ടുണ്ട്. ഇത് ഒരു 20 മീറ്റർ കൊടുത്തു, ഇതൊരു 10 മീറ്റർ, വീതി നമുക്ക് ഒരു 10 മീറ്റർ കിട്ടി, ആ പ്ലോട്ടിന്റെ 20 മീറ്റർ. അപ്പോൾ ഇതിന് 200 നമുക്ക് ടോട്ടൽ വരും. ഇനി നമുക്ക് ഇതിന് എത്ര സെന്റ് ആണെന്ന് അറിയാൻ നമുക്ക് ഒരു സെന്റ് എന്ന് പറയുന്നത് 40.46 സ്ക്വയർ മീറ്റർ ആണ്. അപ്പൊ 200 ഹരിക്കണം 40.4648. അപ്പോൾ നമുക്ക് ടോട്ടൽ വരുന്നത് ജസ്റ്റ് 200 ഹരിക്കണം 40.468 4.94 സെന്റ് സ്ഥലമാണ് ഈ ഒരു സ്ഥലം നമുക്ക് വരുന്നത്. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ഏത് സ്ഥലം മീറ്ററിൽ അളന്ന് കഴിഞ്ഞിട്ട് നമ്മൾ അതിനെ നീളം ഇൻറ്റു വീതി ഗുണിച്ച് കഴിഞ്ഞിട്ട് 40.4648 കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു സ്ഥലം എത്ര സെന്റ് ആണെന്ന് അറിയാൻ പറ്റും. സിമ്പിൾ ആണ്, വലിയ ഇക്വേഷനോ കാര്യങ്ങളൊന്നും ഇല്ല, സിമ്പിൾ ആയിട്ട് ആർക്കും മനസ്സിലാക്കാം. ഒരു സെന്റ് സ്ഥലം എത്ര സ്ക്വയർ ഫീറ്റ് ആണ് എന്നുള്ളത് നമ്മൾ കണ്ടു. 435.56 സ്ക്വയർ ഫീറ്റ് ആണ് ഒരു സെന്റ് സ്ഥലം പറയുന്നത്. അതൊരു സ്ക്വയർ മീറ്റർ ആണെങ്കിൽ 40.4648 ആണ് വരുന്നത്. അപ്പോൾ അതൊക്കെ മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കും. അതുപോലെ ഒരു പ്ലോട്ടിന്റെ എത്ര സെന്റ് ആണ് എന്ന് കാണാനുള്ള ഒരു ഇക്വേഷനും നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞു. അപ്പോൾ വീഡിയോ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റിൽ അതുപോലെ ഇൻബോക്സിൽ വന്നിട്ട് ചോദിച്ചാൽ അതിന്റെ ഡൗട്ട് നമ്മൾ തീർത്ത് തരും. അപ്പോൾ ഇതുപോലത്തെ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.